റോഷിബാലിലേക്ക്. റോഷിബാൽ, ഇപ്പോൾ കീഴ്ശാന്തിയുടെ സഹായിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ പെട്ടെന്നൊരു സ്പോൺസറായി മാറുകയാണ്. ഈ കീഴ്ശാന്തിക്ക് സഹായിയായി വന്ന ഘട്ടത്തിൽ തന്നെ പല സമ്പന്നരുമായി ഇയാൾ ബന്ധമുണ്ടാക്കുന്നു, അത് ശബരിമലയുമായി അവരെ കണക്ട് ചെയ്യുന്നു എന്നുള്ള വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പറഞ്ഞു വിട്ടിരുന്നു എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ എത്തുന്ന സ്പോൺസറായിട്ടാണ്. അപ്പോൾ ഒന്നും അയാളെ അകറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ചിലരുടെ സഹായം ലഭിച്ചിട്ടുണ്ടാകാം. ആ നിലയിലേക്കുള്ള അന്വേഷണമാണോ ഇപ്പോൾ നീങ്ങുന്നത്? 2019 മുതലുള്ള അന്വേഷണം എന്ന നിലയ്ക്കാണോ, അതോ അതിനു മുൻപുള്ള കാര്യങ്ങളിലേക്ക് കൂടി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവിടേക്കുള്ള പ്രവേശനം 2019 അതിനു മുമ്പുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ പരിശോധിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് അറിയാനാകുന്നത്? റോഷിബാൽ. സ്മൃതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇത്രയും വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞത് ഉന്നതരായ ശബരിമലയിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്താലാണെന്ന സൂചനകൾ കൃത്യമായി ലഭിച്ചു. പല ഉദ്യോഗസ്ഥന്മാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന കൃത്യമായ തെളിവുകൾ ദേവസ്വം വിജിലൻസിൽ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അവരുടെ സാമ്പത്തിക ഇടപാടുകളെ അടക്കം പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ദേവസ്വം വിജിലൻസിൽ അന്വേഷണം ഒതുക്കിയാൽ കാര്യങ്ങൾ പൂർണ്ണമായും പുറത്ത് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് ഒരു ഘട്ടത്തിൽ ഇതിൽ ശക്തമായ ഒരു പോലീസ് അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് നിലപാടെടുക്കുന്നത്. അതിൽ 3 ശുപാർശകളുണ്ട്. ഒന്നുകിൽ വിജിലൻസ്, അല്ലെങ്കിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച്, അതല്ലെങ്കിൽ പോലീസിന്റെ സ്പെഷ്യൽ ടീം. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒരു സംഘമായിരിക്കും ശബരിമലയിലെ ഈ വിവാദത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കുക. ആ ഘട്ടത്തിലാകും ഈ ഉദ്യോഗസ്ഥന്മാർ ആരാണ് വഴിവിട്ട സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതെന്ന് വ്യക്തമാവുക. മാത്രവുമല്ല, ഈ ഉദ്യോഗസ്ഥന്മാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും സഹായം കൈപ്പറ്റിയെന്നുകൂടി സൂചനയുണ്ട്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടി പരിശോധിക്കേണ്ട സാഹചര്യം വരുന്നത്. കാരണം മല്യ പതിച്ച ഈ സ്വർണ്ണപ്പാളികൾ പിന്നീട് ചെമ്പുപാളികളായി മാറുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി, അതെങ്ങനെ മഹസറിൽ എഴുതി ചേർത്തു എന്നടക്കമുള്ള ഒട്ടേറെ സംശയങ്ങളുണ്ട് പൊതുസമൂഹത്തിനടക്കം. ആ സംശയങ്ങൾ കൃത്യമായി അത് തെളിയണമെങ്കിൽ, അതിന് പിന്നിലുള്ള ഗൂഢാലോചന തെളിയണമെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാരെ കൂടി ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഇതിൽ പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന ബോധ്യം അത് ദേവസ്വം ബോർഡിനും സർക്കാരിനും വന്നു കഴിഞ്ഞു. സ്മൃതി, ഇനി അതുകൊണ്ട് തന്നെ കോടതിയുടെ ഇടപെടലും കോടതിയുടെ തീരുമാനവുമാകും ഇതിൽ നിർണായകമാവുക. ഉറപ്പായിട്ടും കോടതി എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. നേരത്തെ തന്നെ കടുത്ത വിമർശനങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലെ നിർണായകമായ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക വിഗ്രഹത്തിന്റെ സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ ഗുരുതരമായ വീഴ്ചയെന്ന് തെളിയിക്കുന്ന ദേവസ്വം മഹസറാണ് ഇപ്പോൾ റിപ്പോർട്ടിന് കിട്ടിയിരിക്കുന്നത്. 2019 ജൂലൈ 19, 20 തീയതികളിൽ സ്വർണ്ണപ്പാളി ഇളക്കി പോറ്റി ഏൽപ്പിക്കുന്ന മഹസറിൽ മുഖ്യ ചുമതലയുള്ള തിരുവാഭരണം കമ്മീഷണറുടെ ഒപ്പില്ല. അളവും തൂക്കവും പരിശോധിക്കാൻ ചുമതലപ്പെട്ട ദേവസ്വം സ്മിത്തും മഹസറിൽ ഒപ്പുവെച്ചിട്ടില്ല. പോറ്റിക്ക് കിട്ടിയതും ശബരിമലയിൽ നിന്ന് കൊടുത്തതും ചെമ്പുപാളിയാണെന്ന വിവാദം കൊടുക്കുമ്പോഴാണ് മഹസറിലെ ഈ ദുരൂഹത റിപ്പോർട്ട് പുറത്തുവിടുന്നത്. പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി റോഷിബാലിന്. റോഷിബാൽ, ഇപ്പോൾ മഹസറിന്റെ പകർപ്പ് ഇപ്പോൾ റോഷിബാലിന്റെ കയ്യിലുണ്ട്. ഈ മഹസർ എപ്പോൾ തയ്യാറാക്കിയതെന്നാണ്, അതിലെ ഡേറ്റ് എന്താണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് സ്വർണ്ണപ്പാളിയാണോ അതോ ചെമ്പുപാളിയാണോ എന്ന വിഷയം കൂടി അവിടെ നിൽക്കുകയാണല്ലോ. കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളി എന്നാണല്ലോ. എന്താണ് മഹസറിലുള്ളത്? സ്മൃതി, 2019 ജൂലൈ മാസം 19-നും 20-നുമാണ് ഈ മഹസറുകൾ തയ്യാറാക്കിയത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക വിഗ്രഹവും അതിനൊപ്പമുള്ള ചില സ്വർണ്ണപ്പാളികളും, അത് 14 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ദിവസം 19-ന് 12 ഭാഗങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം അധികൃതർ കൈമാറുന്നു. രണ്ടാമത്തെ ദിവസം 20-ന് 2 പാളികൾ കൂടി കൈമാറുന്നു. ഇതൊക്കെ ചെമ്പ് തകിടെന്നാണ് മഹസറിൽ എഴുതി ചേർത്തിരിക്കുന്നത്. വിജയ് മല്യ സ്വർണം പതിച്ച ഭാഗങ്ങൾ പിന്നീട് എങ്ങനെയാണ് ചെമ്പ് തകിടായി മാറുന്നത് എന്ന ഉത്തരം അന്വേഷണത്തിലൂടെ വ്യക്തമാകും. പക്ഷേ ഈ മഹസർ തയ്യാറാക്കുന്നതിൽ അടിമുടി ദുരൂഹതയാണ്. കാരണം ഇതിൽ ദേവസ്വം തിരുവാഭരണം കമ്മീഷണർ ഉണ്ടാകണം, അവരുടെ സാന്നിധ്യം ഉണ്ടാകണം.
ഒപ്പം ദേവസ്വം സ്മിത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഈ മഹസറിലാകട്ടെ ഈ ദേവസ്വം സ്മിത്തോ തിരുവാഭരണം കമ്മീഷണറോ ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. അതായത് ഈ സ്വർണ്ണപ്പാളിയുടെ തൂക്കവും അതിന്റെ നീളവും ഒക്കെ പരിശോധിച്ച് അത് രേഖപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ആ ദേവസ്വം സ്മിത്തിനാണ്. എന്തുകൊണ്ട് ദേവസ്വം സ്മിത്ത് ഈ മഹസറുകളിൽ ഒപ്പുവെച്ചില്ല എന്നത് പ്രധാനപ്പെട്ടതാണ്. അത് ദുരൂഹമാണ്. മാത്രവുമല്ല, ഈ 2 ദിവസം ഈ സ്വർണ്ണപ്പാളികൾ എടുത്ത് കൈമാറാൻ വേണ്ടി നേരത്തെ 5-ാം തീയതിയാണ് ജൂലൈ 5-ന് ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂർ സ്വദേശിക്ക് ഇത് കൈമാറണം. ഇത് പൂർണ്ണമായും ചെമ്പ് തകിട് കൈമാറി അത് സ്വർണം പൂശാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം, അതിന്റെ ചെലവുകൾ പൂർണ്ണമായും വഹിക്കുക ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് മഹസറിൽ പറയുന്നുണ്ട്. ഈ 2 ദിവസത്തെ മഹസറിലും പറയുന്നു. ആദ്യത്തെ ദിവസം ദ്വാരപാലക ശില്പത്തിലെ ആ വിഗ്രഹത്തിലെ ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റുന്നു. പക്ഷേ അത് രേഖയിൽ പറയുന്നത് ചെമ്പ് തകിടെന്നാണ്. പിന്നീട് 20-ാം തീയതി രണ്ടാമത്തേത് ഈ ദ്വാരപാലക വിഗ്രഹത്തിന്റെ താഴെയുള്ള 2 തകിടുകൾ അതും മാറ്റുന്നു. അതും ചെമ്പ് തകിടെന്ന് പറയുന്നു, സ്വർണ്ണപ്പാളി എന്ന് എവിടെയും പറയുന്നില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ദേവസ്വം കമ്മീഷണറുടെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു. ഒപ്പം സ്മിത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നു. സാന്നിധ്യമുണ്ടായിട്ടും എന്തുകൊണ്ട് ദേവസ്വം മാനുവൽ പ്രകാരം ഇവർ ഒപ്പുവെച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രവുമല്ല, ഇതെവിടെ നിന്നാണ് സ്വർണം പൂശേണ്ടതെന്ന് പറയുന്നില്ല. എവിടേക്ക് കൊണ്ടുപോകുന്നു, എപ്പോൾ തിരിച്ച് ഈ സ്വർണ്ണപ്പാളികൾ എത്തിക്കണം എന്നതുപോലും ഈ മഹസറിൽ പറയുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മഹസർ തയ്യാറാക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഗുരുതരമായ വീഴ്ച കമ്മീഷണർമാരുടെ കാര്യമാണ് എന്ന് പരിശോധിച്ചു. കാലാവധി എന്നുള്ളത് റോഷിബാൽ 1 വർഷമാണോ? ഇപ്പോൾ നമുക്ക് പിന്നീട് നമ്മുടെ ചർച്ചയിൽ ഒരു തിരുവാഭരണം കമ്മീഷൻ മുൻ കമ്മീഷണർ പങ്കെടുത്തിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ഈ പാളി തിരിച്ചു കൊണ്ടുവന്ന ശേഷം അവിടെ നന്നാക്കാൻ കൊണ്ടുപോയി. അവിടെ ദൃക്സാക്ഷിയെ നിന്ന് തിരുവാഭരണം കമ്മീഷണർ, പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം ആയിരുന്നില്ല തിരുവാഭരണം കമ്മീഷണർ. അപ്പോൾ ഈ 1 വർഷത്തിനിടയ്ക്ക് വന്ന മാറ്റം, ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത തിരുവാഭരണം കമ്മീഷണർ അദ്ദേഹം പറയുന്നത് ചട്ടങ്ങൾ ലംഘിച്ച് തന്നെയാണ് അത് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. ഇതടക്കമുള്ള കാര്യങ്ങളോട് ഇപ്പോൾ ദേവസ്വം ബോർഡ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണല്ലോ. കാരണം ഒരു പാളിച്ചകളുടെ തുടർച്ചയുണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ബോധപൂർവമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം നിന്ന് കളിക്കുന്ന ചിലരുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് ഈ പറഞ്ഞ ഒരു പ്രത്യേക കാലാവധിയിൽ മാത്രം നടക്കുന്നതായിരിക്കില്ലല്ലോ. കുറച്ചു കാലമായി അങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ. സ്മൃതി, ഒന്ന് കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമാണിത്. അങ്ങനെയുള്ള ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളാണ് അത് അഴിച്ചു മാറ്റുമ്പോൾ ദേവസ്വത്തിന്റെ മാനുവൽ, ആ മാനുവൽ ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റുന്നു. മാത്രവുമല്ല, ഈ മല്യ പതിച്ച സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരമാണ് വരേണ്ടത്. എന്തുകൊണ്ട് സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ദേവസ്വം ഈ തിരുവാഭരണത്തിന്റെ കമ്മീഷണർ ഈ രേഖയിൽ ഈ മഹസറിൽ ഒപ്പുവെച്ചില്ല എന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ പരിശോധിക്കേണ്ടത്, ഇത് സ്വർണമാണോ, ഇത് മറ്റെന്തെങ്കിലും തകിടാണോ എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ചുമതലയുള്ള ദേവസ്വം സ്മിത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ദേവസ്വം സ്മിത്ത് ഈ മഹസറിൽ ഒപ്പുവെച്ചില്ല? അതൊക്കെ ദുരൂഹമാണ് സ്മൃതി. മാത്രവുമല്ല, അവിടെ സാന്നിധ്യമുണ്ടായിരുന്ന മറ്റു പല ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ ഈ മഹസറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന തിരുവാഭരണം കമ്മീഷണറും ഒപ്പം സ്മിത്തും മാത്രം ഒപ്പുവെച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു ദുരൂഹമായ കാര്യം. അടിമുടി ദുരൂഹമാണ്. വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ദേവസ്വം മാനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കാറ്റിൽ പറത്തി എന്നിട്ടാണ് ഇത്രയും തൂക്കമുള്ള ഈ സ്വർണ്ണപ്പാളികൾ അത് നേരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു എഗ്രിമെന്റുമില്ലാതെ കൊടുത്തുവിടുന്നത്. അതെവിടേക്ക് പോകുന്നു, എവിടെ നിന്നാണ് സ്വർണം പൂശുന്നത്, എവിടെ വെച്ചാണ് അതിന്റെ തകരാറുകൾ പരിഹരിക്കുന്നത്, ഒന്നും ഈ മഹസറിൽ പറയുന്നില്ല. അതൊന്നും മഹസറിൽ അതാണ് ചെമ്പ് തകിടെന്നാണ് മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.